കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ഫാൻസുള്ള ഒരു വെഹിക്കിളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അറിയാലോ, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അത് തന്നെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള എഞ്ചിൻ, അതായത് 2.8 ഡീസൽ എഞ്ചിനാണ് ഇന്ന് നമ്മൾ റിവ്യൂവിന് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. നമ്മളെ ഫോക്കസ് മോട്ടോഴ്സ് പാണ്ടിക്കാട് ഈ ഒരു വെഹിക്കിൾ സെയിലിന് വെച്ചിട്ടുള്ളതാണ്. അറിയാലോ, ക്രിസ്റ്റ VIP-സും അതുപോലെ തന്നെ VVIPസും മന്ത്രിമാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ കൂടെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ദിസ് ഈസ് അവർ ക്രിസ്റ്റ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വെഹിക്കിളും കൂടെയാണ്. മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. MPV സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വെഹിക്കിളും കൂടെയാണ് ഇന്നോവ ക്രിസ്റ്റ. അധികം ആളുകൾ എന്ത് ചെയ്യാതെ പ്രൈസ് നോക്കാതെ ഒരു വാങ്ങുന്ന ഒരു വെഹിക്കിളും കൂടെയാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. ഇത് 2.8G വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഫസ്റ്റിൽ ഗ്രില്ല് വരുന്നത് ക്രോം പ്ലസ് ബ്ലാക്ക് എലമെൻറ്റോട് കൂടിയാണ് ഇതിൻ്റെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടൊയോട്ടൻ്റെ ലോഗും കാര്യങ്ങളും കാണാം. ഇതൊരു 2018 മോഡലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഗ്രില്ലിൽ വരുന്നുണ്ട്. 2018 വരുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ G വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹലോജൻ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. DRLs നോക്കാനൊക്കെ ഹലോജൻ ബൾബുകളാണ്. അതിലൂടെ ആ ഒരു ക്രോം പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. താഴെ ഫോഗ് ലാമ്പിന് പകരം അവിടെ ഇൻഡിക്കേറ്ററാണ്. ഫോഗ് ലാമ്പ് ഇല്ല, G വേരിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ ഒരു ഹൈലൈറ്റ് കളറാണ്, കുറച്ച് വെറൈറ്റി കളറാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോണറ്റിലോട് പവർ ബൾജുകൾ, സൈഡിലോട്ട് കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഫ്രണ്ടിലോട്ടില്ല. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഏകദേശം 4.7 മീറ്ററോളം ഈ ഒരു വെഹിക്കിളിൽ ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.7 മീറ്ററോളം വീൽ ബേസും വരുന്നുണ്ട്. ടയറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 205 R16 ഒരു അലോയൻ ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത്. അത്യാവശ്യം ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാൻഡിങ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, നല്ല ലെങ്ത്തിലൊരു വെഹിക്കിളാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കളറും കൂടെ ആകുമ്പോൾ ഒരു ഭംഗി, നല്ലൊരു ഭംഗി ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്ലാസ് ഏരിയയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോ ലൈൻസിലൊക്കെ ക്രോം ട്രീറ്റ്മെൻറ്റ് ആണ്. നമ്മുടെ ക്യാരക്ടർ ലൈൻസ് കാണാം. നമുക്ക് ഈ ഒരു കുറച്ച് കട്ട് ചെയ്തിട്ട് ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. മിറർ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോ ഫോൾഡ് ആണ് കേട്ടോ. വണ്ടി ലോക്കാടിനനുസരിച്ച് ഫോൾഡ് ആവുന്നുണ്ട്. പിന്നെ സൈഡിൽ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല, പക്ഷേ ആ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റൈലിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഭംഗിയും കാര്യങ്ങളും ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും കാണാം. പിന്നെ 2.8Gൻ്റെ ബാഡ്ജിങ്, ഇന്നോവ ക്രിസ്റ്റ എന്നുള്ളൊരു ബാഡ്ജിങ്. പിന്നെ നമ്മളെല്ലാ ക്രിസ്റ്റയിലും കാണുന്ന ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഭംഗിയുള്ള ടൈൽ ലാമ്പ് തന്നെയാണ്. കൂടുതലും കാര്യങ്ങളൊന്നുമില്ല. താഴോട്ടൊരു സെൻസറും കാര്യങ്ങളുണ്ട്. റിവേഴ്സ് ക്യാമറ യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബ്രേക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിലോട്ട് ഷാർപ്പിൻ ആൻറ്റിനും കാര്യങ്ങളുണ്ട്. വൈപ്പേഴ്സ് കാണാം. ഡിഫോഗർ ലൈന് കാണാം. ഒരു മിനി ബസ് ആണെങ്കിൽ നമുക്ക് പറയാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, MPV സെഗ്മെൻറ്റ് പ്ലസ് 7 സീറ്റർ. 7 സീറ്റർ അല്ല, 8 സീറ്ററാണ്. ഇതാണ് നമുക്ക് ആകെ കിട്ടുന്ന ബൂട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് ബൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു പിടിച്ചിട്ട് ബാക്കി ഫോൾഡ് ആവും കേട്ടോ. പിന്നെ അവിടെ തേർഡ് പാസഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അറിയാലോ, ഇലക്ട്രിക്കൽ ഒന്നല്ല, മാനുവലായിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ക്രിസ്റ്റൻ്റെ പ്ലേറ്റിങ് കാര്യങ്ങളാണ്. അവിടെ ടൊയോട്ട എന്നതിൻ്റെ ഒരു ബാഡ്ജിങ്ങും പ്ലേറ്റിങ്ങും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓവർ ഫ്യൂച്ചറിസ്റ്റിക്കും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ നോർമൽ എന്ത് ചെയ്യുക, എന്നാൽ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ട്രിംസും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ആഷ് കളർ എന്ന രീതിക്കുള്ളൊരു ട്രിംസും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ്, എല്ലായിടത്തും പ്ലാസ്റ്റിക് ആണ്. ഡോർ പാഡിലോട്ടും ഒന്നും ലെതർ ടച്ചും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡ്രൈവറിൻ്റെ ഡോർ സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്രൈവറിൻ്റെ വിൻഡോ കൺട്രോൾ വരുന്നുണ്ട്. ബാക്കി ഫുള്ള് നോർമൽ വിൻഡോ കൺട്രോൾസ് മാത്രം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂവലിൻ്റെ ഗേജ് ഓപ്പൺ ചെയ്യാനുള്ള സംഭവമാണ് വരുന്നത്. ഇതാണ് നമുക്ക് സ്റ്റിയറിംഗ് വീല്. അത് ഞാൻ കീ ഒന്ന് കാട്ടിത്തരാം. ഇതാണ് ഇതിൻ്റെ കീ ഇട്ട് ലോക്ക് ആൻഡ് അൺലോക്ക്. ടൊയോട്ടൻ്റെ ഒരു ലോഗോ പ്രസ് ചെയ്താൽ കീ കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളും. ജസ്റ്റ് വണ്ടി ഓൺ അല്ല കേട്ടോ, ഓൺ ചെയ്ത് കാട്ടിത്തരാം. ഇന്നോവ എന്നുള്ളൊരു ചെറിയൊരു സംഭവം. ഡോർ ഓൺ ആണെന്നില്ല. പിന്നെ ഇത് ഗിയറിൻ്റെ കാര്യങ്ങൾ അറിയാലോ, അതുപോലെ മാർണിങ്സും കാര്യങ്ങളും ഒരു അനലോഗ് ആയിട്ടുള്ള നോർമൽ മീറ്റർ കൺസോൾ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടുത്തെ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ താഴെ ക്രൂസ് കൺട്രോളിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ബട്ടൺ ആണിത്. അതായത് ഈ ഒരു സംഭവം നമ്മളെ ഫ്യൂലും കാര്യങ്ങളും കാണിക്കാനും, അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, അങ്ങനെ ഓവറായിട്ട് കാര്യങ്ങളില്ല. ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ബ്ലൂടൂത്തും ഓഡിയോ ട്രാക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓവറായിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഡാഷ്ബോർഡൊക്കെ അതേ പറഞ്ഞ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇവിടെ ഒരു കൂൾഡ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കേട്ടോ. ഇതിൽ എ സിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യും, ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും തണുപ്പിച്ചിട്ട്. താഴത്തിൻ്റെ ഒരു ഇവിടെ ചെറിയ ബട്ടൺ നക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോ ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഒരു ഡിസൈൻ എലമെൻ്റ് ഒരു ട്രിം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ സോക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ബാക്കി വിശേഷങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലെ. പിന്നെ ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ ഇവിടെ ചെറിയൊരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ടൊയോട്ടയാണ് അറിയാലോ, ഓവർ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവം അല്ല. സൺറൂഫും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സംഭവം ഫീച്ചറിൽ ആകെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ABS-ഉം അതുപോലെ തന്നെ EBD കൺട്രോൾസും പിന്നെ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂം അതുപോലെ തന്നെ റിലയബിലിറ്റിയും കൊണ്ട് എന്ത് ചെയ്യും, ആളുകൾ എടുക്കും. അത് ടൊയോട്ടക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ കൂടെയാണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു മൾട്ടിപർപ്പസ് ഫാമിലി വെഹിക്കിൾ ആണ്. മേലോട്ട് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ട് ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് നോർമൽ ലൈറ്റ്സ് ആണ്. സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബീച്ച് ആൻഡ് ബ്രൗൺ കളർ മിക്സ് ആണ്. ഒരു ഓവർ ബീച്ച് കളർ അല്ല എങ്കിലും ആ ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് വരുന്നത് നോർമൽ കൺട്രോൾസ് ആണ്. ഇലക്ട്രോണിക് കൺട്രോൾസും കാര്യങ്ങളും നല്ല വരുന്നത്. നോർമൽ കൺട്രോൾ ചെയ്യണം നമുക്ക്. വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പവറിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളാണ്. ഇവിടെ പ്ലാസ്റ്റിക് ആണ്, ലെതർ അല്ല. ക്രിസ്റ്റൽ പ്ലേറ്റിംഗ് ആണ്. വെഹിക്കിൾ എന്ത് ചെയ്യുന്നത് 8 സീറ്റർ വെഹിക്കിളാണ്. അതായത് ക്യാപ്റ്റൻ സീറ്റ്സ് അല്ല, ബെഞ്ച് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെ ആൾക്കാർ സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റും. ഉള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു AC കൺട്രോൾസ് ആണ്. AC-ൻ്റെ വെന്റും AC-ൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ലൈറ്റ്സും ആണ്. സൺറൂഫ് വരുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റിലൊരു പൊസിഷനാണ്. എന്താണ് ഇവിടെ നിന്നുള്ളൊരു ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ നല്ല ഹൈറ്റ് ഉള്ള രീതിക്കാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം ഹൈറ്റാണ്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടും നല്ല നീ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് നീൻ്റെ ഡിസ്റ്റൻസും തൈ സപ്പോർട്ടും ഉണ്ട്. സുഖമായിട്ട് എന്ത് ചെയ്യാം, 3 പേർക്കൊക്കെ വ്യക്തമായിട്ടിരിക്കും. ഹെഡ് റൂമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് റൂം ഉണ്ട്. ഇത് റിക്ലൈനേഷൻ പോസിബിൾ ആണ്. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്ത് പോകാൻ പറ്റും. മാക്സിമം റിക്ലൈൻ ചെയ്യാം. പക്ഷേ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത സംഭവം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 4 kg ഒരു ഹാങ് സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു ഫയൽ പോക്കറ്റും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. റൂഫ് ഒരു വൈറ്റ് കളറാണ്. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രസ് ചെയ്താൽ കപ്പ് ഹോൾഡർ ഉണ്ട്. വേറെ സംഭവമൊന്നും ഇതിൽ വരുന്നില്ല. ബാക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുക. ഇവിടെ ഒരു സംഭവം കണ്ടില്ല. പിന്നെ ഈ ഒരു സംഭവം പിടിച്ച് ജസ്റ്റ് ഒന്ന് പൊക്കിയാണ്ട് ബാക്കിലോട്ട് കയറാം. ബാക്കിലോട്ട് അറിയാലോ, അത്യാവശ്യം ക്രിസ്റ്റ ആയതുകൊണ്ട് കുറച്ച് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും ഈ റൂമിൻ്റെ കാര്യങ്ങൾ ചെറിയൊരു തോതിൽ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മുകളിൽ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ആൾ ഓവർ ഇൻഫർമേഷൻസും കാര്യങ്ങളും. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെഹിക്കിളിൻ്റെ സൗണ്ട്, അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. വെഹിക്കിളിൻ്റെ സൗണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. ബ്രേക്ക് കൊടുക്കാം. ഓപ്പൺ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബട്ടണ് ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ മുന്നിൽ ക്ലിക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ ബേ കേട്ടോ. എൻജിൻ കവറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം വെൽ പാക്ഡ് ആണ്. ഇൻസുലേഷനും കാര്യങ്ങളുണ്ട്. ഹൈഡ്രോളിക് സ്റ്റഡല്ല. ബ്രേക്ക് റിലീസ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീലിട്ടു. ഡീന്നില്ല കാണാം. ബ്രേക്ക് റിലീസ് ചെയ്യുക. വെഹിക്കിൾ മൂവായി. പക്ഷെ നല്ല പവർഫുൾ വെഹിക്കിൾ തന്നെയാണ് കേട്ടോ. എൻ്റെ ആ ഒരു ജസ്റ്റ് ഒന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ചാടുകയാണ്. നമുക്ക് ജസ്റ്റ് റോട്ടിലോട്ട് കയറ്റാം. ഫാസ്റ്റർ ഷിഫ്റ്റിംഗ്. എത്ര പെട്ടെന്ന് ആ ഷിഫ്റ്റ് ആണോ നോക്കിയാൽ പവർ കയറുന്നുണ്ട്. ഈ വെഹിക്കിൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 2.8 ലിറ്റർ ഡീസൽ ടെർബോ ചാർജ് ഡീസൽ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഏകദേശം 174 BH പവറും അതുപോലെ തന്നെ 360 Nm ടോർക്കുമാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൈലേജ് പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ടൊയോട്ടനെ എല്ലാവർക്കും അറിയാം. ഓവറായിട്ട് ഇലക്ട്രോണിക് സംഭവങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ഡ്രൈവ് ഒക്കെ സിമ്പിളായിട്ട് ഒരു പേടിയും കൂടാതെ ഓടിക്കാൻ പറ്റും. പിന്നെ ടൊയോട്ട എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്ത് ചെയ്യും, റിലയബിൾ എന്നുള്ളൊരു മൈൻഡും കൂടെ വരും. അതുകൊണ്ട് എല്ലാവർക്കും ഓവർ പ്രൈസ് ആണെങ്കിൽ പോലും
എല്ലാവരും ഈ ഒരു വെഹിക്കിൾ സ്വന്തമാക്കും. ഇതാണ് ഇതിൻ്റെ ഹോൺ വരുന്നത്, ഈസൻ ഹോണാണ്. അപ്പോൾ ഫാമിലി പർപ്പസിന് പറ്റിയ ഒരു വെഹിക്കിൾ തന്നെയാണ്. അറിയാലോ, അത്യാവശ്യം നല്ല രീതിക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഇത്രയും വലിയ വെഹിക്കിളാണ് നമ്മൾ ഓടിക്കുന്നത് എന്ന് പോലും തോന്നിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. മാസ്റ്റർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇനി അത്യാവശ്യം ഇതൊരു പവർ പോരാന്നുണ്ടെങ്കിൽ ഇവിടെ പവർ മോഡും എക്കോ മോഡും എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, എക്കോ മോഡ് നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കാവുന്നതാണ്. പവർ മോഡ് അത്യാവശ്യം നല്ല രീതിക്ക് പവറാണ്. ഈ ഗിയർ എന്ത് ചെയ്യാം തട്ടിയാൽ ഇപ്പോൾ സ്പോർട്ട് മോഡിലോട്ടായി. പിന്നെ നമുക്കിങ്ങനെ ഓടുന്നതിനനുസരിച്ച് അപ്പ് ആൻഡ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. S5 അത് നമുക്ക് മൈനസും ചെയ്യാം അപ്പും ചെയ്യാം. അല്ല, സൗണ്ടാണ് വെഹിക്കിളിൻ്റെ ഹൈലൈറ്റ്. ഉള്ളിലോട്ട് ഇങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഊതിനെ, അത് വേറെ ലെവലിൽ തന്നെയാണ്. ഫാസ്റ്റർ ക്രൂസിങ് തന്നെയാണ്. ടെർബോ ചാർജർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ട്. വെഹിക്കിളിൻ്റെ റിവ്യൂസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്നോവ ക്രിസ്റ്റ 2.8 G വേരിയൻ്റ് ആണ്. Z അല്ല, G വേരിയൻ്റ് ആണ് വരുന്നത്. ഏകദേശം 1,20,000 കിലോമീറ്റർ വെഹിക്കിൾ എന്ത് ചെയ്തിരിക്കുന്നത്, റൺ ചെയ്തിരിക്കുന്നത്. പ്രീ രജിസ്ട്രേഷൻ ആണ്. ഏകദേശം 3rd ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. ഇതിന് നമ്മൾ എഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഗിയർ ബോക്സിന് ഏകദേശം 1 ഇയറോളം വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 18,50,000 രൂപയാണ്. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലാണ് വണ്ടി കിടക്കുന്നത്. പാണ്ടിക്കാട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാണ്ടിക്കാട് എന്ന ലൊക്കേഷനിലാണ്. പ്രീമിയം വെഹിക്കിൾസിനും അതുപോലെ തന്നെ നോർമൽ വെഹിക്കിൾസിനും ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.